കാര്യങ്ങൾക്കൊക്കെ പരമാവധി എന്ത് ചെയ്യാം? നിങ്ങൾ വലത് കൈ മാറ്റി വെക്കുക. മോശം കാര്യങ്ങൾക്കൊക്കെ ഇടത് കൈ മാറ്റി വെക്കുക. ഇതൊരാരോഗ്യ വിഷയമാണ്. കാനത്ത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-യുംന. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മുത്തുനബിയുടെ വലത് കൈ ആയിരുന്നു ലിതഹൂരിഹി വതആമിഹി. ശുചീകരണം നടത്താൻ, ഒളു എടുക്കാൻ, ഇതിനൊക്കെ വലത്തെ കയ്യാ നബി ഉപയോഗിക്കുക. വായിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് വലത്തെ കയ്യിലെടുത്തിട്ടാണ്. അതേ സമയത്ത് നബി തങ്ങൾ ഇടത് കൈയാണ് ഉപയോഗിക്കുക. അവിടുന്ന് വിസർജനത്തിന്, ശൗച്യം ചെയ്യാനും മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇടത് കൈയുമാണ് ഉപയോഗിക്കുക. നിങ്ങൾ എത്ര സൂക്ഷ്മതയാണ്! എല്ലാത്തിനും വലത് കൈ ഉണ്ടായിരുന്നു. തിന്നാനും കുടിക്കാനും ശുദ്ധീകരണത്തിനൊക്കെ വലത് കൈയാണ്. അതേപോലെ മൂത്രമൊഴിച്ചാൽ കഴുകാനും മറ്റുള്ള അശണ്ടകൾ നീക്കാനും മൂക്ക് പിടിക്കാനും ഒക്കെ എന്ത് എടുക്കുക? കുട്ടികളെ കാഷ്ടം കോരാനൊക്കെ ഇടത്തെ കൈ ഉപയോഗിക്കുക. എന്നാൽ തന്നെ കുറച്ച് നമുക്ക് വൃത്തിയായി. ഇനി ഈ കൈ തന്നെ എങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുമല്ലോ. ഈ കൈയാണ് എല്ലാം നമ്മൾ ചെയ്യണത്. അതേ കൈ കൊണ്ട് തന്നെ ആളെ കണ്ടാൽ വേഗം എന്താ കൊടുക്കണത്? ഇതാ പിടിച്ചോന്നാ, ഇതെടുന്നാ വരുന്നത്. എല്ലാ സ്ഥലത്തും പോയ സാധനം തന്നെ അയാൾക്ക് നീട്ടി കൊടുക്കണം. അപ്പൊ ഇയാളെടുത്തുള്ള എല്ലാ രോഗവും അയാളെടുത്തേക്കാട് പോകണം. ഇനിയിപ്പോൾ അങ്ങനെ കൈയൊന്നും ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞാലും വരും. നമ്മൾ ബസ് കയറുമല്ലോ. ബസ് കയറി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സീറ്റ് പിടിക്കുക? ബസ്സിലിരിക്കുന്ന ആൾക്കാരെ ശരീരഭാഷ ഒന്ന് നോക്കും. ആരാണ് എഴുന്നേൽക്കാനായത് എന്ന്. അല്ലാതെ ചോദിക്കലല്ല, ഇയാടെ ഇറങ്ങണേ അങ്ങനെ ചോദിക്കല്ല. നമ്മളിങ്ങനെ നോക്കിയാൽ അറിയാം. ഒരാൾ കുടടുത്ത് ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്, മറ്റേ ആൾ ആ തക്കാളിയും സഞ്ചിയൊക്കെ ഒന്ന് ഇങ്ങനെ പൊക്കണാണ്ട് നമുക്കറിയാം അയാൾ അടുത്ത സ്റ്റോപ്പിലേക്കുള്ളതാണ്. അപ്പം നമ്മൾ മെല്ലെ നീങ്ങിയിട്ട് അയാളെ ഇരുത്താടെ നിൽക്കും. ഇയാൾ നീച്ച ഒരൊറ്റ ഇരുത്തം. ഇയാളോ ജലദോഷം കൊണ്ട് സടാപുട. ഇയാൾ മൂക്കുമ്പോൾ തന്നെ കളിക്കണ ആളാ. ഇയാൾ പിടിച്ചാ പിടിയില്ലേ, അവിടെ നമ്മൾ നേരെ ചെന്ന് പിടിക്കും അല്ലേ. ഇനി പെട്ടെന്ന് നമ്മളെ മേത്ത് കയറിയില്ല അത്. അങ്ങനെ എല്ലാവരും കൈമക്കൂടെ ബസ്സിലൂടെ കാറിലൂടെ ഒക്കെ പോയി. അതൊന്നും വേണ്ട, നിങ്ങൾ ആ നോട്ടൊന്നും എടുത്തു നോക്കി. പൈസ അല്ലേ ഇത്? എവിടുന്നാ എടുക്കണത്? 1000 പൈസ വെയിലൊക്കെ പോയിട്ടാ അത് വരുന്നത്. അറവ് വീടിയല്, മീൻ കച്ചവടക്കാരെടുത്ത്, അതുപോലെ അങ്ങനെ അവിടെ പോയാൽ എല്ലാ സ്ഥലത്തൂടെയും പോരുള്ളത്. അതും നമ്മളെ കൈമക്കൂടെ തന്നെ വരിക. ഇനി പോരാത്ത തുപ്പിലോട്ടിട്ടാണ് അത് എണ്ണ. ഇനി പറയണ്ടല്ലോ, എല്ലാ ഇമ്മലുണ്ട്. ഇത് പിടിച്ചാൽ തന്നെ നമ്മളെ കയ്യുമ്മലെന്തായി? അണുക്കളുടെ കേരിയറായി നമ്മളെ കയ്യുമാണ്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നു, ഈ പകർച്ചവ്യാധികൾ തടയാൻ ഒരൊറ്റ വഴിയാണുള്ളത്, ഇടക്കിടക്ക് കൈ കഴുകുക. അവിടെയാണ് ഇസ്ലാമിക ജീവിതം മനുഷ്യന് ആരോഗ്യദായകമായ ഒരു ജീവിതം സമ്മാനിക്കുന്നു. ഒരു വുളുഇൽ മാത്രം ഒരു വിശ്വാസി 6 തവണ മുൻകൈ കഴുകണം. 3 വട്ടം സുന്നത്ത്, 3 വട്ടം ഫർള്, അങ്ങനെ 6 വട്ടം ഒരു വുളുഇൽ മുൻകൈ കഴുകുമ്പോൾ 5 തവണയാണ് ഒരാൾ വുളു എടുക്കുന്നതെങ്കിൽ 30 തവണ സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ശുചിത്വം പ്രയോഗവൽക്കരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാതെ വേറെ ഏത് മതമുണ്ട്? ബുദ്ധിയുള്ളവർ ആലോചിച്ചു കൊള്ളട്ടെ. വേറെ ഏതെങ്കിലും ഒരാശയത്തെ ആസ്പദിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഇതുപോലെ ശുചിത്വത്തോടെ ജീവിക്കാനുള്ള ഒരു പ്രായോഗിക ജീവിതമുണ്ട്. തിയറികൾ ഉണ്ടാവാം. ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരു വിശ്വാസി അനുവർത്തിക്കുന്ന ശുചിത്വ ബോധമാണ്. ഇതുകൊണ്ട് അവസാനിച്ചില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇദസ്തൈഖള അഹദുക്കും മിൻ ഔമിഹി, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാഇ ഹത്താ യഗ്സിലഹാ സലാസാ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റവർ 3 തവണ കൈ കഴുകാതെ ആ കൈ ഒരു വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കരുത്, ഒരു പാത്രത്തിലിടരുത്. ആ കയ്യ കൊണ്ട് ബ്രഷ് എടുത്ത് പല്ല് തേക്കരുത്. ആ കൈ കൊണ്ട് ഉമ്മമാര് മാവ് കുഴക്കരുത്. കാരണം ഫഇന്നഹു ലാ യദ്രി ഐന ബാത്തത് യദാ, രാത്രി എവിടൊക്കെയാണ് ഈ കൈകൾ വിഹരിച്ച് നടന്നത് അവനറിയില്ല. അല്ലേ? കൊച്ചിന്ന് ചൊറിഞ്ഞപ്പം കൈ അവിടേക്ക് പോയിട്ടുണ്ട്.
തലേന്ന് പേൻ കടിച്ചപ്പം നുള്ളി പൊടിച്ചതാ. അക്ക ഇതിന്റെ ഇടയിലുണ്ട്. കൊതുവിന് ഒറ്റടിയല്ലേ, മൂട്ടനൊരു തിരുമ്പല്, അതൊക്കെ പാടെ കൈമല. ഇത് കൊണ്ടുപോയിട്ട് പത്തിരിക്കാട് കെട്ടിയാൽ നല്ല രുചി ഉണ്ടാവും പത്തിരിയിലെ. അതാ നബിതങ്ങൾ പറഞ്ഞു, രാവിലെ ഇറങ്ങിയാൽ ആദ്യം 3 വട്ടം കഴുകുക. നമ്മളൊക്കെ ശ്രദ്ധിക്കണ്ട. നമ്മൾ ആദ്യം ബ്രഷ് എടുക്കും. ബ്രഷ് തന്നെ വെക്കൽ എങ്ങനെയാണ്? എല്ലാം കൂടി ഒരു പാട്ടേല. കക്കൂസിലൊരു പാട്ടുണ്ടാവും. അതിൽ ഉമ്മൻ്റെയോ ബാപ്പൻ്റെയോ 4 മക്കളുടെ 3 മരുക്കളുടെ 4 പേരക്കുട്ടികളോ ഒക്കെ പാടെങ്ങനെ ഉമ്മ കൊടുത്തിട്ടാണ് നിൽക്കുക. ബ്രഷുകളാട്ടും കിട്ടും. ഒരാൾക്ക് മോണവീക്കം, മറ്റാൾക്ക് പല്ല് കുത്ത്, മറ്റാൾക്ക് തൊണ്ടവേദന, നീരുകെട്ട്, ഇതൊക്കെ ആട്ടും കൊണ്ട് കൈമാറാം ഒന്നിച്ചു വെച്ചാൽ. എന്നിട്ട് അതെടുത്ത് കൈയകാതെ പല്ലും തേച്ചാൽ നല്ല റാഹത്തുണ്ട്. അപ്പൊ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ, എപ്പോഴാണെങ്കിലും ഉറങ്ങിയാൽ എഴുന്നേറ്റ് കൈ നന്നായി കഴുകണം. ഈ ഇതില്ലേ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ രോഗം, ഇത് മലത്തിലൂടെ മാത്രം പകരുന്ന രോഗം. ഇതെങ്ങനെ സംഭവിക്കണത്? മലാരെടുത്ത് തിന്നൊന്നുമില്ലല്ലോ. ഇതെങ്ങനെയാണ് കയറിപ്പോയത് പള്ളേക്ക്? ഒന്ന് വേണ്ട പോലെ കഴുകാതെ ഇങ്ങോട്ട് പോരും. തിരക്കാനുള്ള കുട്ടിയൊക്കെ ഓലൊക്കെ ലേശം വെള്ളം എടുത്താൽ അങ്ങോട്ട് പോരാ. അപ്പൊ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാവും സാധനം. രാത്രി ഉറങ്ങാൻ നേരത്തെ ചൊറിഞ്ഞപ്പോ അതിലൊക്കെ പോയിന്. രാവിലെ അടുത്ത് വല്ലും തേച്ചതാണ്. ഇങ്ങനെ അത് ഇറങ്ങിയണ്ട. അങ്ങനെയാണ് ഈ രോഗം വരിക, അല്ലാതെ ഇത് വരൂലെന്ന. അപ്പൊ ആ വൃത്തിയാക്കലും ശ്രദ്ധിക്കണം, കയ്യും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ രോഗം പടർന്നു പിടിക്കും. ശുദ്ധിയുടെ കാര്യത്തിൽ, വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ നന്നായി ജാഗ്രത പുലർത്തണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ബുനിയൽ ഇസ്ലാമു അലൻ നളാഫ, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് വൃത്തിയുടെ മേലെയാണ്, ശുദ്ധിയുടെ മേലെയാണ്. അനങ്ങിയാൽ കഴുകലും ശുദ്ധിയാക്കലും കുളിക്കലും ഒളുടുക്കലും പല്ലേക്കലും അല്ലേ? അതാണ് നമ്മൾ ഈ ഒളുവിന്റെ ഒക്കെ പ്രാധാന്യത. പല്ലും അങ്ങനെ തന്നെയാണ്. പല്ലും തേക്കണം നിർബന്ധമായി. 2 നേരം നമ്മൾ എന്തായാലും തേക്കണം. ഒന്ന് രാവിലെ എഴുന്നേറ്റതും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും. ഇസ്തിലാഹിയ വുജൂബല്ല ഞാൻ പറയും. ആരോഗ്യം കാത്തു സൂക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ഉറങ്ങുമ്പം വളരെ നിർബന്ധമായും പല്ലേക്ക്. രാവിലെ നിങ്ങൾ തേച്ചില്ലേലും മതി. ഉറങ്ങാൻ പോകുമ്പം പല്ല് വെക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ ഉച്ഛിഷ്ടങ്ങളൊക്കെ ഈ പല്ലിന്റെ ഇടയിലുണ്ടാവും. രാത്രി ഉറങ്ങുമ്പം വായയിൽ ഉമിനീര് കെട്ടിക്കിടക്കുകയും ചെയ്യും. ഒഴുകണ വെള്ളത്തിന് കേടുവരൂലല്ലോ, കെട്ടിക്കിടക്കണ വെള്ളമല്ലേ കേടുവരാ. അപ്പൊ പകല് നമ്മൾ ഉറങ്ങാത്തോണ്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കണതുകൊണ്ട് വായനാറ്റം ഉണ്ടാവില്ല. രാത്രി വായിൽ ഉമിനീര് കെട്ടിക്കിടക്കുകയും അവിടെ മീനിന്റെ കണ്ണും ഇറച്ചിന്റെ നാരും വണ്ടന്റെ കുരും ഇതൊക്കെ പാടെ അതിൻ്റെ ഉള്ളിലുണ്ട് പല്ലിന്. അവിടെയാണ് ഈ ഉമിനീരും കെട്ടിക്കിടക്കുന്നത്. ഇത് തമ്മിൽ പ്രവർത്തിച്ചാൽ തന്നെ അവിടെ ബാക്ടീരിയകളും അണുക്കളും ഒക്കെ വരും. അങ്ങനെ നമുക്ക് പല രോഗമുണ്ട്. രാത്രി ഉറങ്ങാൻ പോകുമ്പം പല്ല് തേക്കുന്ന ശീലം എല്ലാവരും ശീലിക്കുക. അല്ലെങ്കിൽ ഉറപ്പ് പറയാം, 30 കഴിഞ്ഞവന്റെ കോട്ടിൽ പല്ല് ബാക്കി ഉണ്ടാവൂല. സംശയന്റെ തപ്പിയൊക്കെ നിങ്ങൾ എത്ര ആളെ തൊള്ളേ പല്ലുണ്ട്? ഉറങ്ങുമ്പം പല്ലേക്കാത്തോണ്ടാണ്. രാത്രി ഉറങ്ങാൻ നേരത്ത് പല്ല് തേക്കുന്ന ശീലം കുടുംബത്തിന് മുഴുവനും ഉണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതേപോലെ തന്നെയാണ് നമ്മളെ മൂക്കിന്റെ ഉള്ളു വൃത്തിയാക്കണം. ഇപ്പൊ ഈ രോഗം ഉണ്ടല്ലോ, എന്താ അലർജി. അലർജിയുടെ പ്രധാന കാരണം മൂക്കിന്റെ ഉള്ളിന്റെ ശുചിത്വക്കുറവാണ്. ഇടക്കിടക്ക് തുമ്മലും ചീറ്റിലൊക്കെ വരും. ഒരു ദിവസം 15 വട്ടം മൂക്കിന്റെ ഉള്ളു വൃത്തിയാക്കാൻ പഠിപ്പിച്ച മതാണ് ഇസ്ലാം. കാരണം ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ശ്വസിച്ചു കയറ്റുന്ന പൊടിയും പുകയൊക്കെ അവിടെയുള്ള രോമങ്ങളിൽ തപ്പിത്തടഞ്ഞാടെ നിൽക്കുകയാണ്. അപ്പൊ അതിനെ ഇടവിട്ട് വെള്ളം കയറ്റി ചീറ്റി കളഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത്. ആ രോഗമുള്ളവർക്കും ശരിക്കുള്ളതിന്റെ മരുന്ന് ശരിയായ വിധത്തിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റല. നമ്മളൊരു കോരൽ വെള്ളം എടുത്ത് പകുതി വായിൽ കൊണ്ടുപോകും, ബാക്കി പകുതി മൂക്കിൽക്ക് വലിച്ചു കയറ്റി ഇടത്തെ കൈകൊണ്ട് പിടിച്ചിട്ട് നന്നായി ചീറ്റ. ഇത് സ്ഥിരമായ 1 മാസം ചെയ്താൽ ഈ അലർജി കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അത് പരിഹാരമാകും. അല്ലാഹു അത്തരം രോഗികൾക്കൊക്കെ പരിപൂർണ ശിഫ തരട്ടെ. വലിയ പ്രയാസമുള്ള രോഗ അലർജി ഉള്ളവൻ വണ്ടി ഓടിക്കാൻ പാടില്ല. തുമ്മല്ലോ, തുമ്മണ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ അറിയാതെ കണ്ണടഞ്ഞു. ഡ്രൈവ് ചെയ്തു പോണ ആൾ ഇങ്ങനെ തുമ്മിക്കൊണ്ടേ ഇരുന്നാൽ എന്താവും?
ഓനെ അറിയില്ല കണ്ണു കൂടി പോണത്, കുത്തിയിട്ടേ വിവരം അറിയുള്ളൂ. ഓൻ വണ്ടി ഓടിക്കാൻ പാടില്ല പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇപ്പൊ വലിയ പ്രശ്നമാണ്. അത്തരം രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ പറ്റിയ ജീവിതക്രമമാണ് ഇസ്ലാമിൻ്റെത്. അപ്പൊ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ച ശുചിത്വം എന്ന് പറയുന്ന ഭാഗം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ നമ്മളെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണം. അവിടെയും നമ്മൾ മാലിന്യങ്ങളെ വലിച്ചെറിയുന്ന ശീലക്കാരാകരുത്. കക്കൂസുകൾ എല്ലാ ദിവസവും അണുനാശിനി ഉപയോഗിച്ച് തന്നെ കഴുകി വൃത്തിയാക്കണം. അവിടെ പ്രത്യേകമായി ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കണം. വീട്ടിന്റെ ജനലുകളും വാതിലുകളും ഒക്കെ ദിവസവും തുറന്നിടണം. ശുദ്ധവായു വീട്ടിലേക്ക് കടക്കാനും വീട്ടിന്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന വായു പുറത്തു പോകാനും സൗകര്യം ചെയ്തു കൊടുക്കണം. ജനല് തുറക്കാതെ ഇങ്ങനെ ഇട്ട് വെക്കരുത്, വലിയ അപകടം. അതേപോലെ നനഞ്ഞ വസ്ത്രങ്ങൾ ഉറങ്ങുന്ന റൂമുകളിൽ കൊണ്ടുവന്ന് ആറിയിടരുത്. ജനലിലും മറ്റുമൊക്കെ ചെറിയ ചെറിയ വസ്ത്രങ്ങളൊക്കെ പലയിടത്തും നമ്മൾ കാണാം, അത് അപകടമാണ്. നനഞ്ഞ തോർത്തുമുണ്ടുകൾ പോലും റൂമുകളിൽ ആറിയിടരുത്. നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ളയിടത്താണ്